ഹലോ ഹലോ കോയ് ഹലോ എന്തൊരലാക്കാണിത് ഹലോ നബീസോ നബീസ് എടി നബീസോ ഒന്നും കൊണ്ട് വന്നൂടെ നാലി കണ്ടില്ലേ എടി ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്ന സാധന ഇന്ന് നേരം വെളുത്ത മുതൽ കാണാനില്ല. അത് ഞാൻ നമുക്ക് കിട്ടും തോന്നില്ല. അതാ കുഞ്ഞയ്മ തെങ്ങാൻ എടുത്തേക്കാരും ഓനാണെങ്കിൽ എന്തായി കിട്ടിയാലും മുന്നും പിന്നും നോക്കാത്ത. ഞാൻ ഈ മൊബൈലിലെ കട്ടന്റെ കാര്യ പറഞ്ഞത്. ഇത് നോക്കിയാ ഒരൊറ്റ കട്ട കാണാനില്ല. എടി എനിക്കിന്ന് നേരം വെളുത്ത മുതൽ നമ്മളെ സുക്കൂറിന്റെ ചെറുതിനെങ്ങനെ കണ്ണു കാണുക. ഇതപ്പത്ര പുതുമ ഓരോരുത്തര കണ്ണു കാണലും വിളിക്കലും തന്നെയല്ലേ പണി മനസ്സിലാ. എടി കഴിഞ്ഞ ചെറിയ പെരുന്നാക്ക് ഈ പെരന്റെ അകത്ത് പോയി കുട്ടികളും മക്കളും ഇങ്ങനെ പാഞ്ഞ് മണ്ടി പാഞ്ഞ് കളിക്കേന്. അത് ഓർമ്മ ഉണ്ടോ എനിക്ക്? പാട്ടും കൂത്തായിട്ട് എന്തേനു 3-4 ദിവസം. ഒടുക്ക ഓരൊക്കെ മൂടും തട്ടി അങ്ങോട്ട് പോയപ്പോ എനിക്ക് സഹിച്ചില്ല. എനിക്ക് സഹിച്ച നബീസോ സാരില്ലാന്ന് ഒലിഞ്ഞ് വലിയൊരുന്നാക്ക് വരാന്നല്ലേ പറഞ്ഞിക്കണേ. വരട്ടെ. അത് വരെ ഉമ്മാക്കും ബാപ്പാക്കും വർത്താനം പറയാനും വിഷയം പറയാനും മക്കളും വേറെ കുട്ടികളും കൂടി തന്ന സമ്മാനാണല്ലത്. ഇപ്പാക്കും ഉമ്മാക്കും എന്താശം ഉണ്ടെങ്കിലും വിളിച്ചോണ്ടി നമ്മള് മണ്ടെത്തിന്ന് പറഞ്ഞാണ്ടാണ് അതിങ്ങടെ കൈ തന്നിട്ട്. എന്നിട്ട് ഇപ്പൊ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വിളിച്ച് നിങ്ങൾ അവനെ വേർപ്പിക്കല്ലേ മനസ്സിലാ. കുട്ടികളെ വർത്താനം കേൾക്കാണ്ട് എനിക്ക് നിക്കാൻ പറ്റും നബീസോ. നിങ്ങൾ നിക്കണ്ട, നടന്നോളി. അത് കൈ കെത്തി അന്ന് തുടങ്ങിയത് അങ്ങോട്ട് വിളിച്ചു വിട്ടല്. ബാക്കുള്ളവർക്കൊന്നും തരിക അതില്ല. ഈ വിചാരിച്ച ഫോണല്ലത്, മനസ്സിലായോ? ആ കാലം വന്ന് മണിക്കുന്ന ഫോണും ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ അനക്കോ എനിക്കോ ഒരു പനിയോ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ആശ്രയിക്കണ്ട. ഒന്ന് നെക്കാ പോരെ, ഒരു മിസ്ഡ് കോൾ ഇട്ടാ പോരെ, കുട്ടികൾ മണ്ടി വരൂലേ. ഇതുകൊണ്ട് വേറെ ചില കളി ഉണ്ടെന്ന് ഞമ്മക്കറിയാം. എന്ത് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നിങ്ങള്. വേലായുധന്റെ അവിടുത്തെ ചെക്കൻ നിങ്ങൾ എങ്ങനെ നാശാക്കണം. ഹലോ വാപ്പച്ചിന്റെ മോളെ എന്തെടുക്കാണ്? ഞാൻ വാപ്പച്ചി എല്ലാവർക്കും വിളിക്കല്ലേ. ഇന്നലെ മോളെ വിളിച്ചപ്പോ കളിക്കാൻ പോയതാന്ന് പറഞ്ഞ ടീച്ചർ. അന്റെ ചെങ്ങാഴ്ചകളോടൊക്കെ വാപ്പച്ചിന്റെ സലാം പറഞ്ഞേക്കണ്ട കേട്ടോ. തരും ഞാൻ. കൊടുക്ക് നബീസ അന്റെ പണി നോക്കിട്ടല്ലേ. ടീച്ചറെ എന്തൊക്കെ ഉണ്ട് വർത്താനോ? ടീച്ചർമാർക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾ തന്നാണി പണി നോക്കി വർത്താനം പറയട്ടെ. ഒന്ന് പോയി നോക്കാം. നിങ്ങളൊരു മാഞ്ഞാളം ഞാൻ നിർത്തണ്ട. 16 അവരോട് വിചാരം. നിങ്ങളത് കാര്യാക്കണ്ട ടീച്ചറെ. ഇത് ഇവിടെ ഇടക്കുണ്ടാകുന്നതായി കുത്തറാത്തി പോയി. പിന്നെ നമ്മളെ കുട്ടികളെ ഇംഗ്ലീഷിൻ്റെ കാര്യം നിങ്ങളാണ് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ആയിക്കോട്ടെ നമ്മൾ സൗകര്യം പോലെ പിന്നെ വിളിക്കട്ടോ. ശരി എന്നാൽ അസ്സലാമു അലൈക്കും കേട്ടോ. എന്താ നിർത്തിയത്? വിളിച്ചോടി. കുട്ടികൾക്കും വേറെ കുട്ടികൾക്കും അവരുടെ ചങ്ങാച്ചക്കും പിന്നെ അവരുടെ ടീച്ചർമാർക്കും ഒക്കെ വിളിച്ചോടി. എന്താ നബീസ് പറയുന്നത്? നിങ്ങൾ വിളിച്ചു കിട്ടിയ കായന്റെ കണക്ക് ആ പോസ്റ്റമ്മ പറഞ്ഞപ്പോണ്ടല്ലോ കൊണ്ടാളി പോയി മനസ്സിലാ. നിങ്ങളുടെ മൊബൈലിന്റെ കടലാസ് നോക്കിയാടി. കുട്ടികളെയും മക്കളെയും ഭർത്താൻ അറിയാൻ വിളിച്ചേന് ഇത്രയും കാര്യമായ നബീസോ? ഒന്നുമില്ല, ഇതിലെ അങ്ങനെ ഒരു വേദന പോലെ. ഒന്നുമില്ല, ഈ വേദന വേണ്ട. ഈ കുട്ടികൾക്കാർക്കൊന്ന് വിളിച്ചാ ഒന്നും വേണ്ട. ഇത് വിളിക്കതാ. ഇത് നിക്കിട്ട് അത് താഴത്ത് കാക്കിട്ടാ പച്ച. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ, ഓല ആരെങ്കിലും ആവും.
ഇസ്മായിലിനെ വിളിച്ചു നോക്കി. ഇസ്മായിലിനെ മറ്റേ നമ്പർ ഒന്നും കൂടി താഴ്ത്തതാക്കിട്ട് ബച്ചന്നെ ആരും കിട്ടുന്നില്ലേ? കാര്യം ചെയ്യ്, ബേജാറാവണ്ട വിസോ. ഈ വാസുവിനെ ബലേ തന്നെ ഒന്ന് വിളിച്ചാ ആരെയും വിളിച്ചു കൊടുക്കുന്നൊക്കെ അല്ല അയൽവാസികള് വിളിച്ചു. ഒന്നുമില്ല.